ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ്. ട്രെൻഡിങ് മാത്രമല്ല ഹെൽത്തിയും കൂടി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ശരി, എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. ഒരു തുള്ളി പോലും ഓയിൽ ഒഴിക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതാണ് ഹെൽത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 100-150 ഗ്രാമത്തോളം നമ്മുടെ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ കൂടി കട്ട് ചെയ്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാരറ്റും കാബേജും കുറച്ച് ഉള്ളിയും അതുപോലെ കുറച്ച് കുക്കുംബറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കാം. എന്നാലേ നമുക്കൊന്നും കൂടി ടേസ്റ്റൊക്കെ കൂട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ ഇഡലിത്തട്ടിലാണ് കേട്ടോ നമ്മൾ ഐറ്റം സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഇഡ്ഡലിത്തട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നമ്മൾ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെയ്യുന്നത് കുറച്ച് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമ്മുടെ മസാല ആക്കി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു തട്ടിലായിട്ട് അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ചിക്കൻ ഉള്ളത് കാരണം ഞാനിങ്ങനെ പിന്നെ അതുപോലെ ചെറിയ തട്ടുമാണ് കേട്ടോ എൻ്റെത്. കുഴിയൊക്കെ ചെറുതായിട്ടുള്ള കുഴിയൊക്കെ ആയിട്ടുള്ള ഇഡ്ഡലി തട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ 3 തട്ടുള്ളത് കാരണം ഞാൻ ഒരു തട്ടിൽ ഇങ്ങനെ ചിക്കൻ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വലിയ മുട്ടയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് ആ എഗ് വൈറ്റും കൂടിയും അതിൽ സ്പേസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ കുറച്ച് നമുക്ക് ഇങ്ങനെ 3-4 ഭാഗത്തിലായിട്ട് വൈറ്റ് വേറെയും യെല്ലോ വേറെ ആയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചെടുക്കാം. അതുപോലെ നമ്മുടെ ചിക്കനും വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളകാണ് വെക്കേണ്ടത്. ഉണക്കമുളകും അതുപോലെ വെളുത്തുള്ളിയും വെക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ മുളക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് ഇല്ലെങ്കിൽ കൂടുതൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ സ്റ്റീം ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ട് ഒരു 10-12 മിനിറ്റിലോളം ഞാൻ സ്റ്റീം ചെയ്തെടുത്തു. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ചിക്കൻ വെന്തിട്ടില്ല എന്നൊക്കെ വിചാരിക്കും, പക്ഷേ എല്ലില്ലാത്ത പീസായത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതാ മുട്ടയും ഇതാ വെന്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബാക്കി കുറച്ചുകൂടി വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എഗ് വൈറ്റ്. അതിതാ ഒരു ഗ്ലാസ്സിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതും ഞാൻ വെച്ച് കൊടുത്തിരുന്നു കേട്ടോ. ഇനി നമുക്കൊരു അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു മയോണൈസ് ഉണ്ടാക്കാനുണ്ട്. ഒരു തുള്ളി ഓയിലും കൂടി ഒഴിക്കാതെ കേട്ടോ നമ്മുടെ ഈ മയോണൈസ് ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി മയോണൈസാണ്. അപ്പോൾ നമ്മൾ മുട്ടേൻ്റെ എഗ് വൈറ്റും അതുപോലെ മുട്ടയ്ക്ക് വേവിച്ചത് കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നമ്മൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ എരിവിനനുസരിച്ചിട്ട് മുളകും ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ബട്ടറും പിന്നെ 30 ml കപ്പിനോളം ഞാൻ പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ആവശ്യം ഇനിയും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് തിക്ക് രൂപമായിരിക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ചെടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ തൊട്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെജിറ്റബിൾസ്ക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് അതിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിതിൽ ചെറുതായിട്ടൊരു പുളിയൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ. ഇനി നമ്മുടെ മയോണൈസും കൂടി ഇതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസ് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ചിട്ട് ഒരു ലൂസ് രൂപത്തിലായിട്ട് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് പിച്ചെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ ഈ വെജിറ്റബിളിൽ ഇട്ട് കൊടുക്കാം. മയോണൈസ് ഓവർ തിക്കും വേണ്ട, അതുപോലെ ഓവർ ലൂസും വേണ്ട കേട്ടോ. നമുക്കറിയാലോ മയോണൈസ് റെഡിയാക്കുമ്പോൾ ഉള്ള ഒരു കറക്റ്റ് തിക്നെസ്സൊക്കെ അതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മുടെ മയോണൈസ് വേണ്ടത്. ഇനി നമ്മുടെ ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ബാക്കിയുള്ള മയോണൈസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സാക്കി എടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ സാലഡായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും മിക്കവരും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് അല്ലേ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കഴിക്കാനും ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഞാനിത് സാൻഡ്വിച്ചാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ബ്രെഡ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമല്ലോ, അപ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ജസ്റ്റ് കുറച്ച് മയോണൈസും കൂടി അതിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, മയോണൈസ് ബാക്കി ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, അതല്ലെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുത്താലും മതി. കുട്ടികൾക്കൊക്കെ ആയിരിക്കുമ്പോൾ ഇനിയിപ്പോൾ വേണമെങ്കിൽ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇനി നമ്മുടെ ഫില്ലിങ് ഇതാ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ കൂടുതൽ ഫില്ലിങ് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മറ്റ് ബ്രെഡും കൂടിയും അതിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് ആണല്ലോ ഇത്. പ്രത്യേകിച്ച് നോമ്പിനൊക്കെ എണ്ണയിൽ മുക്കി പൊരിച്ചിട്ടുള്ള സ്നാക്സൊക്കെ കഴിച്ച് മടുത്തവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതുപോലെ ഈ ഫില്ലിങ് വെച്ച് സാൻഡ്വിച്ച് മാത്രമല്ല ചപ്പാത്തിയിലൊക്കെ കുറച്ച് സോസൊക്കെ വെച്ചിട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുത്താൽ റോൾ ചെയ്ത് വെച്ച് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ കുബൂസിലും നിങ്ങൾക്ക് ഏതിൽ വെച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോയും റെസിപ്പിയൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി നമുക്ക് റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ റെസിപ്പികളുടെ നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടിപൊളി ഒരു ഉഷാറ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.